ഇങ്ങനെയാണോ കൊള്ളാൻ നിന്റെ എക്സ്പ്രഷൻ? അങ്ങനെ ഇടണം. അടിപൊളിയായിട്ട് എല്ലാം സലാസ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഡ്രൈ ആക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് ആ ചൂടൊക്കെ ഒന്ന് കുറച്ച് മാറി, കുറച്ച് നല്ല ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇത് തലേന്ന് തന്നെ രാത്രി ഞാൻ വെള്ളത്തിയിട്ട് വെച്ചാണ്. പച്ചരി, ഉഴുന്ന്, പയർ, റാഗി ഇത്രയും കൂടാണ് കേട്ടോ ഇട്ട് വെച്ചേക്കണത്. അതാകുമ്പോൾ രാവിലെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ മിക്സറിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വൈകിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ രാത്രി തന്നെ ഇട്ട് വെച്ചത്. അതല്ലെങ്കിൽ പൊതുവേ ഞങ്ങൾ പകൽ ഇട്ട് വെച്ചിട്ട് വൈകിട്ട് അരച്ച് പിറ്റേ ദിവസം എടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പം കുറേ ദിവസം കൊണ്ട് രാത്രി ചോറ് കഴിക്കുന്നുണ്ട്. സോ അത് പതിവല്ല, പക്ഷേ ഇപ്പം എനിക്കറിയത്തില്ല, മീനുള്ളത് കൊണ്ടാണ്. അപ്പം ഇനി തൊട്ട് ചോറ് രാത്രി കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അരച്ചിട്ട് രാത്രിത്തേക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ്, അത് കഴിഞ്ഞ് നാളത്തേക്ക് വേണ്ടി സെപ്പറേറ്റ് 2 പാത്രത്തിലാക്കിയിട്ട് ഞാൻ അടച്ചു വെച്ചു. ആൻഡ് ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കേട്ടോ. എന്നിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫാണ്. പുള്ളിക്കാരനും കൂടെ ഉണ്ട് കേട്ടോ, ഏട്ടനും കൂടെ ഉണ്ട്. അപ്പം അതാണ് ഞാൻ കാര്യം പറഞ്ഞിട്ടൊക്കെ നിൽക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ 3 പേരും അടുക്കളയിലുള്ള ഒരു ദിവസം എന്നുവെച്ചാൽ ആമി എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, പക്ഷെ അച്ചോട്ട് അങ്ങനെ ഉണ്ടാവാറില്ല. ഉണ്ടാവുമ്പോൾ എനിക്ക് ഹെൽപ്പൊന്നും ചെയ്യേണ്ട, പക്ഷെ അടുക്കളയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഹെൽപ്പ് വേണ്ട. അടിപൊളിയായിട്ട് എല്ലാം ഇനി നല്ലോണം വഴട്ടിയെടുക്കണം. പറ്റുമോ? ഇവിടെ കൊച്ചു നിന്നെ കൊണ്ട് പറ്റില്ല. ഇഷ്ടായ എന്നാ കഴിക്കും. സലാസ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഡ്രൈ ആക്കാം. മമ്മി ടേസ്റ്റ് ചെയ്യാൻ തരട്ടെ? ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമെന്ന് പറയണേ. എനിക്ക് പെർഫെക്റ്റ് ആണ് മോളെ. ഇനി ഇതവിടെ കിടന്നിട്ട് ഇങ്ങനെ വറ്റണം. അപ്പോൾ അടിപൊളിയാവും കേട്ടോ. കുറുകി വരുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആവും. കട്ടത്തൈരാണേ, അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചാൽ സലാഡ് നല്ല ടേസ്റ്റിയാണ്. തൈര് തരാലോ. തൈര് വേണോ? ഓ, കൊള്ളാമോ? ബാ ചളി അവിടെ നിൽക്കോ. ആമി ഗ്ലാസ് ഒന്നും എടുത്തോണ്ട് വരണ്ട, ആമിക്കില്ല. ഓ, പപ്പയ്ക്കില്ല. ഇല്ല, പപ്പയ്ക്കില്ല. പോ, ഒരു ഡാൻസ് കളിച്ചേ. അയ്യേ, ഇതെന്ത് ഡാൻസാണ്? അമ്മി പറഞ്ഞില്ല. ചേഴ്സ് പറ. കൊള്ളാമോ? നോക്കിയിട്ട് പറഞ്ഞേ കൊള്ളാമോ ഇല്ലയോ എന്ന് ടേസ്റ്റ് ചെയ്ത്. ആമി മാറിന്നേ പറ. ഇങ്ങനെയാണോ കൊള്ളാൻ നിന്റെ എക്സ്പ്രഷൻ? അങ്ങനെ ഇടണം.
അച്ചുവേട്ട ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ പുള്ളിക്കാരൻ പോവുമായിരുന്നു. ഉച്ചയ്ക്ക് ഡ്യൂട്ടി ആയിരുന്നേ. ഇങ്ങോട്ട് വാ, കയറിപ്പോ വീട്ടിൽ. ഏട്ടൻ പോയിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ ബീഫ് കറി, ചോറ്, തൈര്, പിന്നെ പപ്പടവും കൂടെ ഉണ്ടായിരുന്നേ. ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആമി ഇങ്ങനെ തറയിൽ കിടന്ന് ഉറങ്ങുന്നു കേട്ടോ. അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നല്ല ഉറക്കം വന്നു പോയി, അതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഇവളിങ്ങനെ കിടക്കാറേ ഇല്ല. സോ ഞാൻ അവളെ എടുത്ത് ഉറക്കി. ഈ ചൂല് അടിപൊളിയല്ല. ഇത് അപ്പുറത്തത് ആദ്യം പുതിയതായിട്ട് വാങ്ങിച്ചേ ഉള്ളൂ. ഞാനാണ് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോണത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ബാൽക്കണിയിൽ വെള്ളം സ്റ്റക്കായിട്ട് അങ്ങനെ കിടക്കുകയാണ്. പൈപ്പിനകത്തൂടി പോകുന്നില്ല. സോ മഴ പെയ്യുമ്പം കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പോഴത്തേനും ഫുൾ ഇങ്ങനെ നിറഞ്ഞിട്ടിങ്ങനെ കിടക്കുമായിരുന്നു. ഞാൻ കുറേ ട്രൈ ചെയ്തു കേട്ടോ. ഈ ചൂല് വെച്ച് അകത്തോട്ട് കുത്തി അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ സോഡാപ്പൊടി, അതും കുറച്ച് അവിടെ ഇട്ട്, പക്ഷെ വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് അതും ഒരു കൺവീനിയൻ്റ് അല്ലായിരുന്നു. പക്ഷേ ഞാൻ അതും ഇട്ടിട്ട് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ച് നോക്കി. അത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ വെള്ളം പോയത്. അപ്പോൾ അതും നോക്കിയിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതവിടെ വെച്ചിട്ട് തന്നെ കുറച്ച് തുണികൾ മടക്കാനുണ്ടായിരുന്നു. ഗോവയിൽ പോയിട്ട് വന്നതിന് ശേഷം ഇഷ്ടം പോലെ തുണികൾ കഴുകുന്നു, മടക്കുന്നു. അയ്യോ എന്ത് പണിയാണെന്തോ. കുറേ ഡ്രസ്സുകൾ കേട്ടോ. അത് കഴുകിയിട്ട് തീരുന്നില്ല. ഒരു 2-3 ദിവസം എടുത്തിട്ടാണ് എല്ലാം ഒന്ന് സെറ്റായി വന്നത്. അപ്പം അതെല്ലാം ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ആണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തത്. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ ഉണ്ടല്ലോ ആമി വിക്രമാദിത്യൻ്റെ കൂടെ വേതാളം എന്ന പോലെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം ചെയ്ത് വന്നപ്പോൾ തന്നെ രാത്രിയായിട്ടോ. രാത്രി ഒരു മഴ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി നോക്കിയപ്പോഴത്തേനും വെള്ളമെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇനി അത് ക്ലീൻ ചെയ്യണം. സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയാണ്. കുറച്ച് ലെങ്തിയാണ്. ബട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.